തൃശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം കളറാക്കാൻ ആവേശത്തേരിലേറി വിദ്യാർത്ഥികളെത്തി. സമ്മാനം ലഭിക്കുന്നതിനേക്കാൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് സന്തോഷമെന്ന് കുട്ടികൾ പറയുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ആദ്യ സംഘത്തിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃശൂരിൽ നിന്ന് സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള വിദ്യാർത്ഥികൾ ആദ്യ സംഘം എത്തിയിരിക്കുകയാണ്. ആർഭാടപൂർവ്വമായിട്ടുള്ള സ്വീകരണമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇവർക്ക് നൽകിയിട്ടുള്ളത്. വാദ്യമേളകളുടെയും അതേപോലെ തന്നെ പുലികളികളുടെയൊക്കെ അകമ്പടിയോടുകൂടി വലിയ സ്വീകരണമാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. ആദ്യ സംഘത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവരുള്ളത്. ഇവരെ ഈ റെയിൽവേ സ്റ്റേഷൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കാരിൻ്റെയൊക്കെ ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. അതിനുശേഷം അവർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് സ്കൂളുകൾ, ഓരോ ജില്ലയ്ക്കും ഓരോരോ സ്കൂളുകളാണ് അനുവദിച്ചിട്ടുള്ളത്. ആ സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നതിന് വേണ്ടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തയ്യാറായി നിൽക്കുകയാണ്. അതായത് ഓരോ സ്കൂളുകളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾക്ക് പ്രത്യേക വാഹന സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ വാഹനങ്ങളൊക്കെ കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. എവിടുന്നാണ് വരുന്നത്? പത്തനംതിട്ട. ഏത് ഇനത്തിലാണ് പങ്കെടുക്കുന്നത്? സംഘനൃത്തം. ഏത് സ്കൂളിൽ നിന്നാണ്? പത്തനംതിട്ട ഏത് സ്കൂളിൽ നിന്നാണ്? കോന്നി റിപ്പബ്ലിക്. ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്? പ്രൈസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എത്ര കുട്ടികളാണ് പങ്കെടുക്കുന്നത്? ഇപ്പം 40 മൊത്തത്തിൽ. ആർക്കെങ്കിലും പാട്ടൊക്കെ പാടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആരോ ഉള്ളത്? ഇവിടെ പാട്ടൊക്കെ പാടാൻ ഉള്ള ആള് തയ്യാറാണ്. അപ്പം നിങ്ങളെല്ലാം ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ ഒരു പാട്ടാവോ അല്ലേ? പാട്ട് ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനകേ നമോ നമഃ സുന്ദരധര വീണാഗധര ഹര സുന്ദരധര വീണാഗധര ഹര ഗംഗാലജ ഗജ ചർമാധര ഹര ഗംഗാധര ഗജ ചർമാധര ഹര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനകേ നമോ നമഃ. അപ്പോൾ പാട്ടൊക്കെ ഗംഭീരമായിരിക്കുകയാണ്. ഈ പാട്ട് പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു ആർപ്പ് ഇട്ടാലോ? എന്നാ പോയിട്ട് പിടിച്ചു.